ഓറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ട ഒരു പാട്ടാണ്, ഒരു പാരഡി പാട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂക്കിയടിച്ച പാരഡി ഗാനം. സോഷ്യൽ മീഡിയയിൽ കൂറ്റൻ ഹിറ്റായി മാറിയ ഈ ഗാനത്തിന്റെ ഉപജ്ഞാതാവ് ജി പി കുഞ്ഞബ്ദുള്ള ഇതാ ഖത്തറിലുണ്ട്. ആള് പാരഡി പാട്ടെഴുത്തുകാരൻ മാത്രമല്ല കേട്ടോ, നല്ല ഒന്നാം തരം മാപ്പിളപ്പാട്ട് രചയിതാവ് കൂടിയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തൂക്കിയൊരു പാട്ടുണ്ട്. പാട്ട് എഴുതിയ ആള് ഇങ്ങനെ കടൽ കടന്ന് ഇപ്പുറത്ത് ഖത്തറിലാണ് അല്ലേ? കടൽ കടന്ന് നമുക്കിത് തന്നെ കടൽ കടന്നെന്ന് പറയാൻ പറ്റൂല, കാരണം 46 വർഷമായി ഇവിടെ. അപ്പൊ ഇത് നമ്മളെയും കൂടി വരുന്നത് മണ്ണാണ്. ഏതായാലും ഈ പാട്ടാകെ സീനായി, മൊത്തത്തിൽ ഹിറ്റായി അല്ലേ, ആകെ തകർത്ത് കളഞ്ഞു. അത് ഏറ്റെടുത്തവരല്ലേ. നമ്മളിത് ഒരു കാര്യം, നമ്മളൊരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു കോടിക്കണക്കിന് ഭക്തന്മാരുടെ മനസ്സിനേറ്റ മുറിവ് അത് നമ്മൾ അതിൽ പകർത്തി. നമ്മൾ ഈ സംസാരത്തിനിടയിലേ നിങ്ങൾ പരിചയപ്പെടുത്താൻ പറഞ്ഞു. എൻ്റെ പേര് ജി പി കുഞ്ഞബ്ദുള്ള, നാദാപുരത്താണ്. ഖത്തറിൽ 46 വർഷമായി. പിന്നെ ഞാനിങ്ങനെ ഇലക്ഷനിലെല്ലാം പാട്ട് എഴുതലുണ്ട്. 600 പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു മാണിക്യം ഇവിടെ ഉണ്ടായിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പാട്ട് എഴുതുന്നതെന്നും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ ചാനൽ വന്ന് ഞാൻ പാട്ട് എഴുതുന്ന സ്വീകരിക്കുക. അല്ലത് ഭയങ്കര തിരക്കായല്ലോ. ഇപ്പോൾ നമ്മളെ PC വിഷ്ണു അതൊക്കെ ലൈവിൽ വിളിച്ചു, ഹിറ്റായല്ലോ. KC വിളിക്കാമെന്ന് ഇന്ന് പറഞ്ഞിരുന്നു വേണുഗോപാൽ. വിളിച്ചാണ്ടില്ല, തിരക്കായിരിക്കും. ഏതായാലും വിളിച്ചെല്ലാം സന്തോഷം. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ പോയിരുന്നോ? വോട്ട് ചെയ്യുമ്പോഴേക്ക് ഇവിടെ വന്ന് എക്കാൻ മേടിക്കേണ്ടിണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ വേണ്ടി എക്കാൻ വേണ്ടത്, അപ്പോൾ എക്കാൻ വേണ്ടി, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അത് നമ്മൾ ഏതൊരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോണോ ഇക്കാമാണ് വേണ്ടി വെച്ചാൽ നമ്മൾ ഇക്കാമനെ സെലക്ട് ചെയ്യും. അതെ അല്ലേ. എത്ര കാലം ഈ പാട്ട് എഴുതി തുടങ്ങിയിട്ട്? 35 വർഷമായി. എൻ്റെ രചനയിൽ 25 പാട്ട് പാടിയ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും തരംഗമായി കൊണ്ടിരിക്കുന്ന നവാസ് പാലേരി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അതെനിക്ക് വലിയൊരു സന്തോഷമുള്ളതാണ്. ഈ പാരഡി ഒറിജിനൽ സോങ് ഉണ്ടല്ലോ നമ്മുടെ വീരമണി പാടിയ, അത് ഏതായാലും നമ്മുടെ ഒരു മണ്ഡലകാലത്ത് ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ പള്ളിക്കെട്ട് ശബരിമല അതിങ്ങനെ കേൾക്കുന്ന ഒരു ഭയങ്കര ഒരു ഹോം സിക്നെസ്. അതെ അല്ലേ. അത് ചെറുപ്പത്തിലേ കേട്ട് നമ്മളെ മനസ്സിൽ നെഞ്ചാറ്റിയൊരു ട്യൂണാണ്. അപ്പോൾ അയ്യപ്പന്മാരെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ട്യൂൺ തന്നെ തിരഞ്ഞെടുത്തു. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ആദ്യം ഇത് റെക്കോർഡ് ചെയ്ത് അനീഫ മുടിക്കോടനാണ്. അന്ന് പാടിയിരിക്കുന്നത്, ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നത് ഡാനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്, മലപ്പുറം. അത് കഴിഞ്ഞപ്പോൾ സുബൈർ പന്തൽ വരുന്ന ഒരാളുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു ഈ പാട്ട് ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ചെയ്തോളൂ, പ്രശ്നമില്ല, നമ്മൾ ഇത് കാശിനൊന്നും വേണ്ടി ചെയ്യുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇത് നസീർ കൂട്ടിലങ്ങാട് എന്ന് പറഞ്ഞ ഒരാളാണിത് പാടിക്കൊണ്ടിരിക്കുന്നത്. അയാളൊരു സ്വാമീൻ്റെ വേഷത്തിലുള്ള ഒരാളാണ്. എന്നാൽ പിന്നെ അയാളെ തന്നെ അയാൾ തിരഞ്ഞെടുത്തു. അതെല്ലാം അയാളെ സെലക്ഷനാണ്. ഇതിലൊരു സങ്കടമുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ ആൾക്കാരെ ഞാൻ വിളിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരു പാട്ടാണ്. 2 കൂട്ടർ ഇത് മൈൻഡ് ചെയ്തില്ല. അത് അത്ര കാര്യമായിട്ട് അന്ന് തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പം ഹിറ്റെന്ന് പറഞ്ഞല്ലോ, ശരിക്ക് ഈ പാട്ടങ്ങോട്ട് തൂക്കി ഇപ്രാവശ്യം. പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കേൾക്കുകയും കാണുകയും വേണ്ടേ. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇനി കർണാടകയിൽ നിന്ന് തമിഴ്നാട് ഉണ്ടാവില്ല, കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെങ്ങനെ ഇത് മാറിപ്പാടും എന്നുള്ള പേടി എനിക്കുണ്ട്. അങ്ങനെ ഇത് അവർക്ക് പുറത്തറിയണമെന്നില്ലല്ലോ. അത് പിന്നെ ഒരു ഓള ഉണ്ടാകുന്ന പാട്ടാകുമ്പോൾ എല്ലാവരും ഏറ്റങ്ങ് പാടും. അത് കർണാടകക്കാരെന്നോ തമിഴന്മാരെന്നല്ല, പാട്ടിൻ്റെ താളമാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഫോണിൽ ഒഴിവുണ്ടാവില്ല അല്ലേ? ഫോണിൽ ഇന്ന് നേരം വെളുത്ത് 5 മണി വരെ തുടങ്ങി. അങ്ങനെ അത് സംഭവം തകർത്തില്ലേ? തകർത്ത് എന്ന് മാത്രമല്ല, GPയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ നമ്മൾ ഈ വൈറലായ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട്. ഒരുപാട് പാട്ടുകൾ വിശന്ന് പൊരിയുന്ന വയറിലും ഒട്ട് വിഷമമെരിയുന്ന കരളിലും വിശുദ്ധി തിരയുന്ന നിലവിലും നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ
വിഷം കലർത്തുവതെന്തിനാ. മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഗഹനമായിട്ടുള്ള പുസ്തകം കൂടി ഇവർ എഴുതിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പുസ്തകമുണ്ട്. അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ളൊരു പാട്ടുണ്ട്, സൂപ്പർ ഹിറ്റായ പാട്ടാണ്. മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം മാനവികതയോടാണതിൻ മിത്രം. മധുകൾ മാലകൾ മൈലാഞ്ചികളിൽ ഒപ്പന പാടി മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തനമാടി. ഇനിയിപ്പോൾ നാട്ടുകാരിപ്പോൾ നിങ്ങളെ അങ്ങോട്ട് കരിപ്പൂരിൽ വിമാനം ഇറങ്ങാൻ കാത്തിരിക്കുമോ നിങ്ങളെ മാലയിട്ട് സ്വീകരിക്കാൻ കേട്ടോ? അത് മാലയിട്ടില്ലെങ്കിലും മാലയിട്ട് അത് എൻ്റെ നാടല്ലേ, അവിടെ മാല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് നമ്മളെ പ്ലെയിനങ്ങ് ഇറങ്ങി വരുമ്പോൾ നമ്മളെ തെങ്ങിൻ തോപ്പുകളും നമ്മളെ പുഴകളും നദികളിലും കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാട്ടും അതിനെക്കാട്ടും വലുതല്ല മാല. സോഷ്യൽ മീഡിയയിൽ തൂക്കിയടിച്ച പാട്ട്, ആ പാട്ടിൻ്റെ സ്രഷ്ടാവ്, അദ്ദേഹത്തിൻ്റെ പാട്ടിന് ജീവൻ കൊടുത്ത നവാസ്ക, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.